ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദേവിയുടെ ഓഫീസിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ദേവിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്, നീ ഇറങ്ങി വന്നേ. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. അതെന്തു പറ്റി? അല്ല ആനന്ദേട്ടാ, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇറങ്ങി. അത് ശരി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ അതേ കൺമുന്നിൽ ദേവി. നീ എവിടുന്നാണ് വരുന്നത്? നീ ഓഫീസിനകത്ത് നിന്ന് ഇറങ്ങാതെ നീ അവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? അല്ല ആനന്ദേട്ടാ, ഞാൻ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ പോയതാ. അതെന്താ ഇവിടെ ക്യാൻറ്റീൻ ഇല്ലേ? ക്യാൻറ്റീന് അവിടുത്തെ ചായ ഒന്നും അത്ര നല്ലതല്ല. അപ്പോൾ നീ കുടിച്ച ചായക്കട എവിടുന്നാ? അത് തൊട്ടപ്പുറത്തുനിന്ന്. അത് നല്ല ചായയാണോ? ആ അതേ, നല്ല ചായ. എന്നാൽ നമുക്ക് നാളെ മുതൽ വൈകുന്നേരം ഇറങ്ങുമ്പോഴേ അവിടെ കയറി ഒരു ചായ കുടിക്കാം. അയ്യോ വേണ്ട ആനന്ദേട്ടാ, ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര നല്ലതല്ലാന്ന്. ആകെ ദേവി പെട്ടുപോകും ഇല്ലെങ്കിൽ, കാരണം നാളെ മുതൽ ആ ഹോട്ടലിലാണല്ലോ സപ്ലയറായിട്ട് ജോലിക്ക് പോവേണ്ടത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉടായിപ്പും കള്ളത്തരവും ഒക്കെ പറഞ്ഞ് മെനഞ്ഞ് ഇവിടെ ആനന്ദിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവി നോക്കാട്ടോ. ആനന്ദ് എന്നിട്ടും ചില കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കണില്ല. എന്നാലും ദേവിയല്ല ആൾ, ദേവിക്ക് വിശ്വസിപ്പിക്കാനും അറിയാം, പറയിപ്പിക്കാനും അറിയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ നമ്മുടെ അനുമോളാകെ ഒരു ടെൻഷനിലാണ്. കാരണം അമ്മ ഏകദേശം എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് അനുമോൾക്കറിയാം. പിന്നെ അലോകിനും ഒരു സംശയമുണ്ട്. കാരണം അപ്പച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവുമല്ലോ. അറിയാതിരിക്കണം. അതിന് നേരത്തെ ഉണ്ടായിരുന്ന സംശയം അതങ്ങ് പൂർണ്ണമായിട്ട് മാറ്റണം. അതിനു വേണ്ടി അനുവിനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, അപ്പച്ചിയെ വിളിച്ചിട്ട് നീ പറയണം നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഇല്ലയെന്ന്. ഉറപ്പായിട്ടും നീ പറയണം. ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ഇവിടെ തുറന്നു പറയും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനുമോൾ പേടിച്ച് പോവാട്ടോ. അങ്ങനെ ഗോമതിയെ ഫോണിൽ വിളിക്കുകയാണ് നമ്മുടെ അനുക്കുട്ടി. എന്താടി കാര്യം എന്താ? അല്ല അമ്മേ, എനിക്ക് അമ്മയോട് ചില കാര്യം പറയാനുണ്ട്. എന്താ നീ പറഞ്ഞോ? അല്ല അമ്മ, എൻ്റെ ചില കാര്യങ്ങൾ സംശയിച്ചിരുന്നില്ലേ, അതൊക്കെ സത്യമായിരുന്നു. നീ എന്താ ഈ പറയണേ? അതെ അമ്മേ, എനിക്കൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കിപ്പോൾ അത് ആ ഒരു ഇഷ്ടം കുടുംബത്തിൻ്റെ സ്വസ്ഥതയും ഒക്കെ തകർക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കത് വേണ്ടാന്ന് തോന്നിയമ്മേ. ഞാൻ ആ ബന്ധത്തിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ ഗോമതിക്കൊരു സന്തോഷമാവാണ്. സത്യമാണോടി നീ പറയുന്നത്? അതെ അമ്മേ. നീ സത്യമായിട്ട് ഉറപ്പിച്ചോ? അപ്പോൾ ഇനി പഴയ ബന്ധത്തിലേക്ക് പോവില്ലേ? നല്ല തീരുമാനമാണല്ലോ മോളെ. എന്തായാലും എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യം പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പേടിച്ച് വിക്കി ഒക്കെയാണ് അനുമോൾ ഇത് പറയുന്നത് കേട്ടോ. കള്ളത്തരമാണല്ലോ പറയുന്നത്. എന്നിട്ട് അമ്മയെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുക. അമ്മേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ആ ബന്ധത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ അമ്മ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു സ്നേഹബന്ധം ആരോടും ഇല്ലയെന്ന് പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നീ അതെനിക്ക് സത്യം ചെയ്ത് തരണമെന്ന് പറയുമ്പോൾ അനുമോൾ പെട്ടുപോയി. സത്യമോ? അമ്മയ്ക്ക് ഇനി സത്യം കൂടി ചെയ്ത് കൊടുത്താൽ അത് അതിലും വലിയ കള്ളത്തരാവില്ല. എന്നിട്ട് വീണ്ടും അനുമോൾ പറയണം, അമ്മയോട് ഞാൻ ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെല്ലായിടത്തും എനിക്ക് സോറി അമ്മേ, ഞാൻ ഇനി അങ്ങനെയൊന്നും പറയില്ല. സാരമില്ല മോളെ, അതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി നീ പഴയ ബന്ധത്തിലേക്ക് പോവില്ല എന്നും അച്ഛൻ പറയുന്ന ബന്ധത്തിൽ മാത്രം ഇനി ഒരു വിവാഹത്തിന് തയ്യാറെടുക്കും, അച്ഛൻ പറയുന്നത് കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നീ എനിക്ക് ഒരു വാക്ക് ഇതാന്ന് പറയാം. അവസാനം എങ്ങനെ അമ്മയുടെ മുമ്പിൽ കള്ളസത്യം ചെയ്യുക? എന്നാലും ഗോമതിയെ വിശ്വസിപ്പിക്കാൻ ഇതല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ അലോക് ഇനി എല്ലാവരോടും പറയും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന്. ശരിക്കും അനുക്കുട്ടിയെ പേടിപ്പിച്ചാണ് ഇത് പറയിപ്പിക്കുന്നത്. അവസാനം നിവർത്തിയില്ലാതെ അമ്മയോട് പറയുന്നുണ്ട്, ഇനി ഞാൻ ആ പഴയ ബന്ധത്തിൽ പോവില്ലമ്മേ. പിന്നെ അമ്മ പറയുന്നത് പോലെ തന്നെ അച്ഛൻ പറയുന്നത് പോലെയൊക്കെ തന്നെ ഞാൻ ചെയ്തോളാം. അങ്ങനെ ഒരാളുടെ മാത്രമേ ഞാൻ ഇനി വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക കേട്ടോ. ഗോമതി ആകെ സന്തോഷത്തിലാണ്. പക്ഷേ അനുക്കുട്ടി ഭയങ്കര ധർമ്മസങ്കടത്തിലായിപ്പോയി. അമ്മയോട് വീണ്ടും കള്ളം പറയേണ്ടി വന്നല്ലോ എന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആര്യനും ഇത്രയും കൂടെ രാവിലത്തെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പാർക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആര്യം പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ സ്വപ്നം ഏകദേശം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. എന്താ ആര്യ, എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? അതല്ല, നമുക്ക് ഇനിയൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. തിരുവനന്തപുരത്തേക്കോ? അതെന്തിനാ ആര്യ? ആവശ്യമുണ്ട്. പിന്നെ പോലീസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് മാത്രം നടന്നാൽ പോരല്ലോ. റിട്ടേൺ ടെസ്റ്റൊക്കെ ഇല്ലേ, PSCയിലെ എക്സാം കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇനി വേക്കൻസി വന്ന് കൺഫർമേഷനൊക്കെ ആയി താമസിക്കില്ലേ. അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട, അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ആണോ? ഇതൊക്കെ എപ്പോഴാണ്? അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമായിരുന്നല്ലോ. അപ്പോൾ വേക്കൻസി വരുമ്പോൾ ഞാൻ ഇന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അതിനകത്ത് കയറി എല്ലാം കൊടുത്തിട്ടുണ്ട്, കൺഫർമേഷനും കൊടുത്തു. ഇനിയിപ്പോൾ ഉടനെ ഹാൾ ടിക്കറ്റ് വരാൻ വേണ്ടി നീ കാത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് എക്സാമൊക്കെ എഴുതാൻ പോകണ്ടേ. അപ്പോൾ ആദ്യം ഒന്ന് സന്തോഷിച്ചെങ്കിലും ഇത്ര ചെറിയ വിഷമത്തിലായിട്ടോ. കാരണം അച്ഛൻ അറിഞ്ഞാൽ ആകെ കുഴപ്പത്തിലാവും. ആര്യ വീണ്ടും പ്രശ്നമാവില്ലേ? നമ്മൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് മനസ്സിലായ അതൊന്നും നീ പേടിക്കണ്ട. ഞാൻ അതിനൊക്കെ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമെന്നങ്ങ് പറഞ്ഞാൽ മതി. ബെസ്റ്റ് ഫ്രണ്ടാകുമ്പോൾ നമുക്ക് കല്യാണത്തിന് പോകാതിരിക്കാനും പറ്റില്ലല്ലോ.
ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോളാം. അത് നീ അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട. നീ വരാൻ വേണ്ടി തയ്യാറായിരുന്നാൽ മതി. നിൻ്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചെടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് പോവാം. ആ സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറയാം. അപ്പോൾ നമുക്ക് പോവാട്ടോ എന്ന് പറഞ്ഞ് ആര്യെ മിത്രേനെ സമാധാനിപ്പിക്കട്ടോ. വീട്ടിലാണെങ്കിലും ഗോമതി വീണ്ടും ഭയങ്കര ടെൻഷനിലാണ്. കാരണം അമ്മ പറഞ്ഞ സത്യങ്ങളെല്ലാം ബാലേട്ടനോട് തുറന്ന് പറഞ്ഞാലോ എന്ന് വിചാരിക്കാം. ആകെ ആദ്യ കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വെള്ളം കുടിക്കുന്നു, നടക്കുന്നു, പറയണോ വേണ്ടേ, അതോ പിന്നെ പറഞ്ഞാൽ മതിയോ, ബാലേട്ടൻ അറിയണ്ടേ ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ മീനാക്ഷി അങ്ങോട്ട് വരുന്നത്. മീനാക്ഷി നോക്കുമ്പോൾ വല്ലാത്ത സങ്കടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഗോമതി. എന്താണെന്ന് അറിയില്ലല്ലോ. എന്താ അമ്മയെ കാര്യമൊന്നും അടുത്ത് നിന്ന് വിളിക്കുമ്പോൾ ഗോമതി പേടിച്ചു പോവാട്ടോ. എന്തിനടി പുറകെ വന്നത് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഞാൻ പേടിച്ച് പോയല്ലോ. അമ്മ പേടിക്കാൻ വേണ്ടിയിട്ടാണോ? പിന്നെ അതല്ല അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ലടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മീനാക്ഷി പറയാണ്, ഓ എനിക്കറിയാം കാര്യങ്ങളൊക്കെയെന്ന്. അപ്പോൾ അതുപോലെ തന്നെ മണ്ടി ഗോമതി ഉടനെ പറയാണ്, നിനക്കെല്ലാം അറിയാമോ? ഇതെങ്ങനെ നീ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും അറിഞ്ഞു. അയ്യോ, എല്ലാവരും അറിഞ്ഞു? അതെ, അവിടെ അച്ഛനുൾപ്പെടെ എല്ലാവരും. ബാലേട്ടനും അറിഞ്ഞു? ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു? ഞാനറിയാണ്ട് ഞാനേ ഇപ്പോഴാണല്ലോ ഉറച്ചു തന്നെയാണല്ലോ അറിഞ്ഞു. പിന്നെ നീ എങ്ങനെ അറിയണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ. അവസാനം മീനാക്ഷി തന്നെ പറയുന്നുണ്ട്, അമ്മേ അതെ ആകാശ് മീനാക്ഷി സ്റ്റോർ എന്ന് പറഞ്ഞ് പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നില്ലേ, ആ കാര്യത്തെക്കുറിച്ചല്ലേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഓ, അപ്പോഴാണ് ഗോമതിക്ക് സമാധാനമായിട്ട്. ഗോമതി വിചാരിക്കുന്ന കാര്യമല്ല മീനാക്ഷി വിചാരിച്ചത്. എന്നിട്ട് മീനാക്ഷി പറയാം, അമ്മ വിഷമിക്കാതെ, ഇനി ഗോമതി സ്റ്റോറിനെതിരായിട്ട് ഇങ്ങനൊരു മീനാക്ഷി സ്റ്റോർ ഇവിടെ വരില്ല, ഞാൻ വരുത്താൻ സമ്മതിക്കില്ല. എന്നാലും ആകാശ് ഇത്രത്തോളം മാറിപ്പോയല്ലോ മോളെന്ന് പറയാം. എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എൻ്റെ മരുമക്കളാണ് എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്. അതെൻ്റെ വലിയ ഭാഗ്യം എന്നിങ്ങനെ പറയാം കേട്ടോ ഗോമതി. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അമ്മ പേടിക്കാതെ, അമ്മയുടെ മോനെ നമുക്ക് നന്നാക്കി എടുക്കാം, ശരിയായി വരും. പഴയ പോലെ ആ സ്നേഹത്തോടു കൂടി നമ്മുടെ ഒപ്പം തന്നെ ആകാശം ഉണ്ടാവും, നോക്കിക്കോ, അധികം താമസിക്കലില്ല, ഞാനല്ലേ അമ്മയ്ക്ക് വാക്ക് തരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അതാ ആനന്ദും ദേവിയും കൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരാട്ടോ. വരുന്നുടനെ ദേവി പറഞ്ഞിട്ട്, മതി മതി, ഇളയ മരുമകളെ മാത്രം സ്നേഹിച്ചാൽ പോരാ, മൂത്ത മരുമകൾ ദേവി ഇവിടെ നിൽപ്പുണ്ട്, എന്നെയും സ്നേഹിക്കണം. ആഹാ, ചേച്ചിയൊക്കെ എത്തിയോ? പിന്നെ എങ്ങനെയുണ്ട് ഇന്നത്തെ ജോലി വിശേഷങ്ങളൊക്കെ ചോദിക്കുക. ആനന്ദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മേ വലിയൊരു IT സ്ഥാപനമാണ്, ദേവിക്കാണെങ്കിൽ പ്രത്യേക ഒരു ക്യാബിനും ഒക്കെ ഉണ്ട്. ആണോ? ഓ, എന്തായാലും നന്നായി എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എന്തായാലും ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി തന്നെ ദേവി ചേച്ചിക്ക് കിട്ടിയല്ലോ, അത് തന്നെ നല്ല കാര്യമെന്ന് പറയാം. അപ്പോൾ ദേവി സ്പ്ലിങ്ങായിട്ട് നിൽക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ദേവിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി തന്നെയാണ് ഇന്ന് ദേവി കണ്ടെടുത്തിരിക്കുന്നത്. ഒരു ഹോട്ടലിലെ സപ്ലയർ ആയിട്ടുള്ളത്, അതിൽ ഉയർന്ന ജോലി ഈ വിദ്യാഭ്യാസത്തിന് എവിടെ കിട്ടാനാണ്. അപ്പം ആ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അനുമോൾ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി ഓരോ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുകളിൽ കയറിയിട്ട് അലോക് ടെറസിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവർ തമ്മിൽ കൈ ആംഗിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻസും ഒക്കെ കാണുന്നുണ്ട്. നാളെ കാണാം നമുക്ക് റോഡിൽ വെച്ച്, നീ വരണം എന്നൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ആര്യയും കൂട്ടി ആര്യനാണെങ്കിൽ മിത്രേനെയും കൂട്ടി വരുന്നുണ്ട് വൈകിട്ടായപ്പോൾ. അപ്പോൾ ഇത് കണ്ട് അനുകുട്ടി ഒരൊറ്റ ഓട്ടം ഓടുക കേട്ടോ. അലോകിന് പെട്ടെന്ന് ഓടാനും പറ്റിയില്ല. ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആര്യൻ്റെ കണ്ണ് ജസ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ തൻ്റെ വീട്ടിലേക്ക് തന്നെ അലോക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആര്യന് ദേഷ്യം വരട്ടെ, എന്താടാ നീ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? എന്താടാ കുഴപ്പം? എൻ്റെ വീടിൻ്റെ മേളിൽ നിന്ന് ഞാൻ പല സ്ഥലത്തേക്ക് നോക്കും, നിൻ്റെ വീട് അവിടെ ഇരിക്കുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നീ പലയിടത്തേക്ക് നോക്കിയാലേ നീ വാങ്ങും എൻ്റെ കയ്യിൽ നിന്ന്, ഞാൻ ചവിട്ടി കൂട്ടുവിടാം നിന്നെ എന്ന് പറഞ്ഞ ആര്യൻ അങ്ങോട്ട് അലോകിനോട് തട്ടിക്കയറാൻ പോവാട്ടോ. എപ്പിസോഡ് തീരാ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.